കടൽ യുദ്ധം രൂക്ഷമാക്കിയിരിക്കുകയാണ് ഇറാൻ. പ്രതിരോധിക്കാനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കി അമേരിക്ക അതിന് പുതിയൊരു തലം സൃഷ്ടിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഇറാൻ്റെ നിയന്ത്രിത മേഖലയായിരിക്കുന്ന ഹോർമൂസ് കടലുമായി ബന്ധപ്പെട്ടാണ് രൂക്ഷമായിരിക്കുന്ന വാക്കുപോരുകളും ഏറ്റുമുട്ടലുകളും കപ്പൽ പിടുത്തവും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതുവരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് കള്ളത്തരമാണ് എന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസം ഇറാൻ ഹോർമസ് കടലിൽ കാഴ്ചവെച്ചത്. ഒരു പടക്കപ്പലിൻ്റെ ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തുകയും ഇറാൻ്റെ തീരത്തേക്ക് അടുപ്പിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല, സമാനമായ രീതിയിൽ അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എക്സ് പ്ലാറ്റ്ഫോം അടക്കം സർവ്വ മേഖലയിലും ഇപ്പോൾ അത് വലിയ രീതിയിൽ ചൂടായിരിക്കുന്ന വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. മേഖലയുടെ സർവാധിത്യം തങ്ങൾക്കാണ്. തങ്ങൾ 180 ഇറാൻ്റെ കപ്പലുകൾ തകർത്തിട്ടുണ്ട്. ഇനി അവർക്ക് പരമാവധി കപ്പലുകൾ എണ്ണപ്പെട്ടത് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മേഖലയുടെ ആധിപത്യത്തിൻ്റെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ അഭിമാനം കൊണ്ടിരിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഇതുവരെ. എന്നാൽ അത് കള്ളത്തരമാണ്. തങ്ങൾക്ക് കപ്പൽ കീഴടക്കാൻ വേണ്ടിയിട്ട് കപ്പലിന് ആവശ്യമില്ല, ബോട്ടായാലും തങ്ങൾക്ക് നടക്കും എന്നുള്ളതാണ് ഇപ്പോൾ IRGC തെളിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അത് തങ്ങളുടെ ഭാഗം തന്നെയാണ്. അത് നിലനിർത്തുക എന്നുള്ളത്, അത് ഹോർമൂസ് കടലുമായി ബന്ധപ്പെട്ട് കടലും കരയും തങ്ങൾക്ക് വിശുദ്ധമാക്കപ്പെട്ട ഭൂപ്രദേശം തന്നെയാണ്. അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായ രീതി വന്നാലും തീർച്ചയായിട്ടും തങ്ങളതിനെ പ്രതിരോധിക്കും എന്നുള്ള കാര്യം ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞത് ഇറാൻ്റെ സ്പീക്കറായിരിക്കുന്ന മുഹമ്മദ് ബക്കർ കാലിബാഗാണ്. അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി ചില തീരുമാനങ്ങളും നിലപാടുകളും ഇറാൻ്റേതായിട്ട് പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യത്തിന് വീണ്ടും തങ്ങൾ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെ പറയുന്നു: ശത്രുവിന് സമയം തീരെ കുറവാണ്, പക്ഷേ ഞങ്ങൾ അവസരം കൊടുത്തിരിക്കുന്നു, അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. കനത്ത രീതിയിലുള്ള പ്രഹരം അവരെ ഏൽക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ തുടങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ സോഷ്യൽ ട്രൂത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിക്കുകയും ചില ചോദ്യങ്ങൾക്ക്, മീഡിയക്കാരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു. അപ്പോൾ ഇതിന് മുൻപ് പറഞ്ഞ നാഗരികത തകർക്കും, അതേപോലെ തന്നെ ശിലായുഗത്തിലേക്ക് ഈ മാറ്റം വരുത്തും, മൊത്തത്തിൽ തീയിട്ടുങ്ങാനി നശിപ്പിക്കും, അങ്ങനത്തെ കുറേ പ്രയോഗങ്ങളൊക്കെ നടത്തിയിരുന്നല്ലോ. അതിൻ്റെ ഉദ്ദേശം ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണോ എന്ന ചോദ്യത്തിന് ട്രംപ് പറഞ്ഞു, ആണവായുധവുമായി ബന്ധപ്പെട്ട കാര്യം പ്രയോഗിക്കും എന്നുള്ള കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ ഞങ്ങൾ ഉദ്ദേശമില്ല എന്ന് അദ്ദേഹം ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു. ഇപ്പോഴത്തെ കടലുമായി ബന്ധപ്പെട്ട വിഷയം എന്ന് പറഞ്ഞാൽ പരസ്പരം കീഴടക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ട വീര്യത്തിലാണ് ഇറാനും അതോടൊപ്പം തന്നെ അമേരിക്കയും എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ അമേരിക്കയുടെ ജോർജ് ബുഷ് ഈ പശ്ചിമേഷ്യയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ട് പറഞ്ഞു. അത് യുദ്ധക്കപ്പലാണ്, പടക്കപ്പലാണ്. ഈ 60-ലധികം യുദ്ധവിമാനങ്ങൾ ഒരേ സമയത്ത് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലുള്ള സംവിധാനം ഉള്ളതാണ്. അപ്പോൾ ഇത് യുദ്ധത്തിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഇറാനെ കീഴ്പ്പെടുത്താനോ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ഈ മേഖലയിലുള്ള ആധിപത്യം തകർക്കാൻ വേണ്ടിയിട്ടോ വന്നതാണ് എന്ന് പറയപ്പെടുന്നു. മൈനുകൾ വിതറുക അല്ലെങ്കിൽ മൈനുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ സൈനികർ IRGC ശ്രമിച്ചാൽ അവരെ വെടിവെക്കണമെന്നുള്ളതും അവരെ തകർക്കണമെന്നും ട്രംപ് നിർദ്ദേശം നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിന് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി പറഞ്ഞിരിക്കുന്ന പ്രധാനമായിരിക്കുന്ന കാര്യമൊന്ന്, ഇതിനു മുൻപ് പടക്കപ്പലുകളും യുദ്ധക്കപ്പലുകളൊക്കെ വന്നിട്ടുണ്ടല്ലോ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട്, എന്നാൽ അവർക്ക് മുൻപത്തെ പോലെ അത്ര ശൗര്യമോ മൂർച്ചയോ ഇല്ലാതായിപ്പോയത് എന്തുകൊണ്ടാണ് എന്നുകൂടി പറയുന്നത് നല്ലതായിരിക്കും. നിലവിൽ ജെറാർഡ് ആഡ്ഫോർഡ് എന്ന് പറയുന്നത് മെഡിറ്ററേനിയൻ കടൽ തീരത്ത് നങ്കൂരമിട്ടുകൊണ്ട് ഇറാൻ ആക്രമിക്കാൻ എല്ലാവിധ സൈനിക സംവിധാന കാര്യങ്ങളും ഒരുക്കിയതാണ്. ഇപ്പോൾ ആ കപ്പലിനെ അവിടെ കാണുന്നില്ല. അറ്റകുറ്റപ്പണിക്ക് വേണ്ടി നീക്കിയിട്ട് എന്ന് പറയുന്ന സമയത്ത് അങ്ങനെ പഞ്ചറായിരിക്കുന്ന ഒരു കാറ് പോലെയാണോ നിങ്ങൾ യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരു കപ്പലിനെ കൊണ്ടുവന്നത് എന്ന് കളിയാക്കിക്കൊണ്ട് അദ്ദേഹം ചോദിക്കുകയും ചെയ്തു. അപ്പോൾ നീക്കുപോക്ക് നടത്തണമെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന പ്രശ്നങ്ങൾ കപ്പലുണ്ടായിട്ടുണ്ടാവാം. അതുണ്ടായത് എന്താണ് എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയണം എന്നുള്ളതാണ് ഇറാൻ ഇപ്പോൾ ട്രംപിനോട് ആവശ്യപ്പെട്ടത്. അതേപോലെ തന്നെ അബ്രഹാം ലിങ്കൺ കപ്പൽ ഇതിന് മുൻപ് തന്നെ അറേബ്യൻ കടലിൽ നങ്കൂരമിട്ടതാണ്. അതിന് മുൻപത്തെ പോലെ അത്ര ഒരു ആരോഗ്യമില്ല. അത് അങ്ങനെ ജീവിച്ചു പോകുന്നു എന്നല്ലാതെ വലിയ രീതിയിലുള്ള ഉഷാറൊന്നും കാണുന്നില്ല. എന്ത് പറ്റിയതാണ് എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരണമൊന്നും ഇല്ലല്ലോ. ഈ 2 കപ്പൽ ഉണ്ടായിരിക്കെ നിങ്ങൾ മൂന്നാമതൊരു കപ്പൽ വന്നാൽ അതിനും ഏറെക്കുറെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അതിൻ്റെ അവസാനം ഉണ്ടാവുക എന്നും അവർ വിശദീകരിക്കുന്നു. ഇപ്പോൾ റവല്യൂഷണറി ഗാർഡ് കോർപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർ 10,000-ലധികം ചെറിയ ചെറിയ ബോട്ടുകൾ അവർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ ബോട്ടുകൾ ഒന്നിച്ചുകൊണ്ട് ആക്രമിക്കുന്ന ഒരു രീതിയാണ് സാധാരണ ചെയ്യാറുള്ളത്. ഇപ്പോഴത്തെ ഈ കഴിഞ്ഞ ദിവസം
കപ്പൽ പിടിച്ചെടുത്തതുമായിട്ട് 2 കപ്പൽ ഇറാൻ പിടിച്ചെടുത്തതുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ വീഡിയോ ഫൂട്ടേജിൽ മുഖം മറച്ചുകൊണ്ടാണ് IRGC കയറുന്നത്. ഒരു ഭീകരമായിരിക്കും ദൃശ്യം, ആര് കണ്ടാൽ പേടിക്കുന്ന രീതിയിലാണ്. അങ്ങനെ ആ കപ്പലിനെ കീഴ്പ്പെടുത്തുന്നു. പിന്നീട് ആ കപ്പൽ അവർ തന്നെ ഓടിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റിയത്. കപ്പൽ വന്ന് അതിൻ്റെ സംവിധാന കാര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഇറാനെ കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ ഈ മേഖല കീഴടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. മാറി ചിന്തിക്കണം എന്നുള്ള അഭിപ്രായം അമേരിക്കയുടെ സൈനിക നേതൃത്വത്തിൽ നിന്ന് ഉണ്ടായിരിക്കുന്നു. ഒരു സൈനികർ രാജിവെച്ചതും മറ്റൊരു സൈനിക മേധാവി രാജിവെച്ചതും മറ്റൊരു സൈനിക മേധാവിയെ പുറത്താക്കിയതും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സൈനിക മേധാവികൾ രാജിവെക്കണമെങ്കിൽ അതിൻ്റേതായിരിക്കുന്ന കാര്യകാരണങ്ങളുണ്ടാകും. ജയിക്കാത്ത ഒരു യുദ്ധത്തിൻ്റെ മുൻപിലാണ് തങ്ങൾ നിൽക്കുന്നത് എന്ന് മുമ്പ് പാലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഗസയിൽ വെച്ച് ഒരു സൈനിക മേധാവി പറഞ്ഞത് വലിയ വിവാദമായിരുന്നു. സമാനമായിരിക്കുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ ഇറാനുമായിട്ടുള്ള യുദ്ധം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അവരുടെ കടലെടുക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലയിൽ അങ്ങനെ വളരെ പെട്ടെന്ന് കീഴടക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ അസാധ്യത്തെ സാധ്യമാക്കുന്ന പ്രധാനമായിരിക്കുന്ന സംവിധാന കാര്യങ്ങളൊന്നും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്കില്ല. ഒന്നാമത്തത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള പരാജയമായിട്ട് പറയുന്നത് ഏതൊരു യുദ്ധം അമേരിക്ക തുടങ്ങുന്ന സമയത്തും അതിന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണ്. അത് അവർക്ക് വലിയ രീതിയിലുള്ള മെജോറിറ്റി കിട്ടുകയും മാനസികപരമായ രീതിയിൽ വലിയ ധൈര്യം കിട്ടുകയും ചെയ്തു. അപ്പോൾ ഓർമോസുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്ന സമയത്ത് എല്ലാവരും എന്ത് ചെയ്തു? കാലുമാറി എന്ന് എന്നല്ല അതിൻ്റെ പ്രയോഗം. അതായത് അമേരിക്കയുമായിട്ട് സഹകരിക്കുന്നില്ല. അത് ആദ്യം തന്നെ അറേബ്യൻ രാജ്യങ്ങൾ സഹകരിക്കാത്തതിൽ തന്നെ വലിയ പ്രതിഷേധവും എതിർപ്പും പ്രകടിപ്പിച്ച രാജ്യമായിരുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ. ചെങ്കടലുമായി ബന്ധപ്പെട്ട് തങ്ങളുമായിട്ട് സഹകരിക്കണമെന്ന് അന്നത്തെ പ്രസിഡന്റായിരിക്കുന്ന ജോ ബൈഡൻ പറഞ്ഞിരുന്നു. അത് സഹകരിക്കില്ലെന്ന് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ പറയുകയും ചെയ്തു. ഇത് യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ എതിർപ്പിന് ഇടയാക്കിയ കാര്യമാണ്. ചെങ്കടലിൽ സ്വതന്ത്രമായിരിക്കുന്ന പാതയാക്കി മാറ്റണം. അത് ഈ യമൻ്റെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതല്ല, യമൻ്റെ അതിർത്തിയായിട്ടോ ഊത്തുകളുമായിട്ട് ബന്ധപ്പെട്ട മേഖലയല്ല, സ്വതന്ത്ര നാഷണൽ ഹൈവേ പാത പോലെയാണ്, അന്താരാഷ്ട്ര പാതയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ആ പാത അംഗീകരിക്കണമെങ്കിൽ അതിർത്തി രാജ്യമായിരിക്കുന്ന യമൻ അത് അംഗീകരിക്കണം. യമനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കരയുടെ ഭാഗമാണ് കടൽ പരപ്പ് എന്നതിനാൽ ഞങ്ങളുടെ അവകാശപ്പെട്ടതാണ് അവർ പറയുന്ന സമയത്ത് പിന്നീട് പ്രശ്നം മറ്റു തലത്തിലേക്ക് നീങ്ങുകയാണ് ചെയ്തത്. ഇതിന് സമാനമായിരിക്കുന്ന സ്ഥിതി പിന്നീട് ഹോർമുസ് കടലിലാണ് ഉണ്ടാകുന്നത്. അവിടെ പിന്നെ യുദ്ധം നടന്നു. യുദ്ധത്തിനോട് ആരും സഹകരിച്ചിട്ടില്ല. അതിന് വലിയ രീതിയിലുള്ള എതിർപ്പ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിന് പ്രതിരോധിക്കാൻ വേണ്ടി മറ്റു പോംവൈകളെ കുറിച്ച് തങ്ങൾ തേടുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ബ്രിട്ടൻ കൂടി ആ യുദ്ധത്തിൽ പങ്കെടുത്തത്. പക്ഷേ ബ്രിട്ടന് കനത്ത രീതിയിലുള്ള നഷ്ടങ്ങളുണ്ടായി. അതോടുകൂടി അവരവിടുന്ന് പിരിഞ്ഞുപോയി. പിന്നാണ് ഈ ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്നു. ഹോർമുസുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്ന സമയത്ത് മുൻപ് പറഞ്ഞു വെച്ച കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി അറിയുന്ന ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായം തേടി നിങ്ങളുടെ പടക്കപ്പലുകൾ ബന്ധപ്പെട്ടതൊക്കെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാക്കണം, ഇവിടെ നിന്ന് ഇറാനെ തുരത്തണം, ഈ മേഖല സ്വതന്ത്രമാക്കണം, അന്താരാഷ്ട്ര പാതയാക്കി മാറ്റണം എന്ന തരത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായം തേടി. യൂറോപ്യൻ രാജ്യങ്ങൾ ഒരു രാജ്യം പോലും അതിന് സഹകരിച്ചിട്ടില്ല. മുൻപ് പറഞ്ഞ കാര്യം അവരോട് മറന്നു. മുമ്പ് ഈ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അറേബ്യൻ രാജ്യങ്ങൾ സഹകരിക്കാത്തതിനെ വിമർശിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ ഹോർമുസ് കടലുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങളോട് സഹായം തേടിയ സമയത്ത് മുഖം തിരിഞ്ഞു നിന്നത് അമേരിക്കയ്ക്കും വലിയ ആഘാതമായി. തങ്ങൾ ഇപ്പോഴത്തെ ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് സഹകരിക്കാൻ വേണ്ടി താല്പര്യമില്ല എന്നുള്ളതിന് മറുപടി പറഞ്ഞത്. കാര്യമെന്ന് പറഞ്ഞത് വെറുതെ ഒരു ശത്രുവിനെ എന്തിനാണ് ഉണ്ടാക്കുന്നത്? ആ ശത്രു പിന്നീട് ആക്രമിച്ച് വലിയ രീതിയിലുള്ള കാര്യങ്ങളുണ്ടാക്കി. ഞങ്ങൾക്ക് താല്പര്യമില്ല. മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾ പരമാവധി രാജ്യങ്ങളെ ജനാധിപത്യ സംവിധാനമുള്ള രാജ്യമാണ്. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ഭരണ സംവിധാനത്തിലുള്ളവർ അട്ടിമറിച്ചുകൊണ്ട് യുദ്ധത്തിന് താല്പര്യമില്ലാത്ത ഒരു തലമുറ ജീവിക്കുന്ന ലോകമാണ് ഇപ്പോൾ ഉള്ളത്. ആയതിനാൽ തന്നെ അട്ടിമറിയും എന്നൊരു പേടിയുണ്ട്. അപ്പോൾ ഭരണ സംവിധാനത്തിൽ സ്ഥിരമായിട്ട് നിലനിൽക്കണമെങ്കിൽ സമാധാനപരമായിരിക്കുന്ന അന്തരീക്ഷമാണ് ഇന്നത്തെ തലമുറക്ക് താല്പര്യം എന്ന് മനസ്സിലാക്കി യൂറോപ്യൻ രാജ്യങ്ങൾ തീരെ സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക വലിയ രീതിയിൽ പ്രതിസന്ധിയിലാണ്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ അധികാരത്തിൻ്റെ പരിധികൾ എടുത്തു കളയുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പുതിയൊരു യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്ന സമയത്ത് പിന്നീട് കോൺഗ്രസിൻ്റെ അനുവാദം വേണ്ടി വരും. അത് വോട്ടെടുപ്പ് നടത്തേണ്ടി വരും. അത് ഭൂരിപക്ഷം കിട്ടണം. ഒരുപാട് സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങൾ ഭാവിയിൽ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് നവംബർ മാസത്തിൽ വരാൻ പോകുന്നത്. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അപ്പോൾ പറഞ്ഞു വരുന്ന കാര്യം ഇങ്ങനെയാണ്. ഹോർമുസിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത്. ഹോർമുസിനെ സംബന്ധിച്ചിടത്തോളം ഏതൊക്കെ തരത്തിൽ മൈനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, എന്തൊക്കെ പ്രവർത്തികളാണ് ചെയ്തു കൂട്ടിയത് എന്നുള്ളത് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് അറിയില്ല. അതുകൊണ്ട് ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കപ്പൽ അടുക്കാൻ വേണ്ടി അവർ പേടിക്കുകയും ചെയ്യുന്നുണ്ട്.
അങ്ങനെ ഒരു ഭയപ്പാടുള്ള ഒരു യുദ്ധമാണ്. പേടിച്ചുകൊണ്ടൊരു യുദ്ധം ചെയ്താലും യുദ്ധം വിജയിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഈ ഇറാൻ്റെ സ്പീക്കറാണെങ്കിലും വിദേശകാര്യമന്ത്രിയാണെങ്കിലും രാജ്യത്തിൻ്റെ പ്രസിഡൻ്റാണ് തത്തുല്യമായ രീതിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. തീർച്ചയായിട്ടും ഈ മേഖല ഞങ്ങളുടേതാണ്, അത് കീഴ്പ്പെടുത്താൻ ഒരാൾക്ക് സാധിക്കുകയില്ല. കനത്ത രീതിയിലുള്ള പ്രഹരം നൽകി അവരെ ഞങ്ങൾ പറഞ്ഞേക്കും എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് വീണ്ടും ഭീതി ജനിപ്പിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.